ഞാൻ തന്നെ അറിയാതെ എൻ്റെ ക്ലാസ്സിലെ 2 പിള്ളേർ കല്യാണം കഴിച്ചു. ആ കഥ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയേ. അപ്പോൾ ഈസ്റ്റർ കഴിഞ്ഞിട്ട് ഷോർട്ട് വീഡിയോ ഒന്നും ഇടാതിരുന്നതിൻ്റെ ശബ്ദം ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ശബ്ദം കുറച്ച് അടഞ്ഞിരിക്കുക, പനിയും ജലദോഷമൊന്നും മാറിയിട്ടില്ല. അപ്പം കഥയിലോട്ട് പെട്ടെന്ന് വരാം. ഇത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, നേരത്തെ ഒരു 8-9 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഞാനൊരു ഗസ്റ്റ് ലെക്ചറായിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് ഗസ്റ്റാണ് കേട്ടോ. അപ്പോൾ അവിടെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അവിടെ നിന്നൊക്കെ പിള്ളേർ പഠിക്കാൻ പോകുന്ന വലിയ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതല്ലാണ്ട് അവിടെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ സാധാരണ കോളേജ് ഉണ്ട്. അവിടുത്തെ സാധാരണ പിള്ളേരൊക്കെ അധികം വരിക, പാവപ്പെട്ട ബാക്ക്ഗ്രൗണ്ടിലെ പിള്ളേരാണ് മിക്കവാറും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ അവിടെയാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ച് കാലത്തേക്ക് മാത്രം ഗസ്റ്റായിട്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഭയങ്കര അടിപൊളി ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു. ഭയങ്കര നല്ല ടീച്ചേഴ്സായിരുന്നു, എല്ലാം നല്ലതായിരുന്നു. അങ്ങനെ കുട്ടികളും നല്ലതായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ലൈഫിലൊരു വല്ലാത്തൊരു പൊട്ട സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ കാലൊരുക്കുമ്പോൾ ഞാൻ വിചാരിക്കും അതൊക്കെ എന്തൊരു ചീള് കേസായിരുന്നു എന്ന്. ഒരു ചെറിയ ബ്രേക്കപ്പ് എൻ്റെ ലൈഫിലുണ്ടായിരുന്ന ബ്രേക്കപ്പിൻ്റെ സമയത്തായിരുന്നു ഞാൻ അവിടെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ മിക്കവാറും എല്ലാവരും കപ്പിളാണ്. കപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ അപ്പോഴേ ഭയങ്കര സീരിയസ് ആണ് കേട്ടോ. എൻ്റെ പിള്ളേർ അവരൊക്കെ ചെറിയ കുട്ടികളാണെന്ന് ആലോചിക്കണം. PG-ക്കാരുമല്ല, UG-ക്കാരാണ്. ഞാൻ UG ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറിനൊക്കെ ക്ലാസ് എടുക്കുന്നുള്ളൂ, തേർഡ് ഇയറിനൊന്നും എടുക്കാറായിട്ടില്ല. അപ്പോൾ അതിനകത്തുള്ള കുഞ്ഞു പിള്ളേരുടെ പ്രേമമാണ് കേട്ടോ സംഭവം. അപ്പോൾ ശബ്ദം കുഴപ്പമില്ല. അല്ല, ഒരു കപ്പിളുണ്ടായിരുന്നു ക്ലാസ്സിൽ. അതൊന്നല്ല, അതുപോലത്തെ ഒരുപാട് പേരുള്ള കാരണം ഞാൻ നമുക്ക് തൽക്കാലം ഒരു പേരിടാം. ചെക്കൻ്റെ പേര് നമുക്ക് രമണൻ എന്നിടാം, പെണ്ണിൻ്റെ പേര് നമുക്ക് രമണി എന്നിടാം. കാരണം ശരിക്കുള്ള പേരിടാൻ പറ്റില്ല. കാരണം ആ പിള്ളേർ ചിലപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ രമണിയും ക്ലാസ്സിലെ ടിപ്പിക്കൽ എല്ലാ കാമുകന്മാരെ പോലെ തന്നെ ഭയങ്കര സ്നേഹം, എല്ലാം ഭയങ്കരമാണ്. അപ്പോൾ അങ്ങനെ ഞാനൊരു പൊട്ട സ്റ്റേജിലിരിക്കുന്ന സമയത്ത് ഞാൻ കാണുന്നത് ഫുൾ കപ്പിൾ, ക്ലാസ്സിൽ ഫുൾ പ്രേമക്കാരും. അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചില ഹിന്ദി തമിഴ് റീലിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇവിടെ കുങ്കുമൊക്കെ തൊട്ടിട്ട് ക്ലാസ്സിൽ പോകുന്ന കൊച്ചു പിള്ളേരൊക്കെ വീട് കണ്ടിട്ടില്ലേ? ആ റേഞ്ചിൽ പ്രേമമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇവർക്ക് ക്ലാസ് എടുക്കുന്നത് ഇംഗ്ലീഷിലൊന്നുമല്ല, ക്ലാസ് എടുക്കുന്നത് തമിഴിൽ. ഞാൻ നല്ല ലോക്കലായിട്ട് തമിഴ് പറയും. അപ്പോൾ അല്ലെങ്കിൽ അവരെന്നെ കംപ്ലൈൻറ്റ് ചെയ്ത് പുറത്താക്കുക. അതൊരു വേറെ റീസൺ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പിള്ളേർ അങ്ങനെ പ്രേമം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ ഭയങ്കര മോശം സ്റ്റേജിലിരിക്കുന്ന സമയത്ത് എൻ്റെ മുമ്പിൽ ഇവരിങ്ങനെ എല്ലാത്തരം പരിപാടികളും കുറുകലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുന്നുണ്ട്. ഒരിടയ്ക്ക് വെച്ചിട്ട് അവൻ ഇവളോട് പറയുന്നത് എന്തോ സംഭവം പറഞ്ഞു. അപ്പോൾ ഇവൾ തിരിച്ച് അവനോട് പറഞ്ഞു, മാമ കണ്ടിപ്പോൾ എന്നെ കല്യാണം പോകണമെന്ന് പറഞ്ഞു. അത് ഞാൻ കേട്ടു. ഞാൻ പറഞ്ഞു, അതെ, ഇവപ്പം നിന്നെ കല്യാണം കഴിച്ചു തന്നെ. ഞാൻ എന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു രമണി, നീ അല്ലാണ്ട് ഈ കാലഘട്ടത്തിൽ ഇവന്മാരൊക്കെ വിശ്വസിക്കുമോ? ഇതൊക്കെ ക്ലാസ് റൂമിൽ ഒരു പാസിങ് ഫാൻസി ആയിട്ട് അങ്ങ് എടുത്തേക്കണം, സീരിയസ് ആയിട്ട് എടുക്കല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലാസ്സിൽ ചുമ്മാ പിള്ളേരുടെ അടുത്ത് പറഞ്ഞു, നോക്ക് ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫീലിങ്സ് ഒക്കെ ഉണ്ട്. ഞാൻ എൻ്റെ തന്നെ വിഷമമായിട്ട് അവരോട് പറയുന്നത്, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫീലിങ്സൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഫീലിങ്സ് ഭയങ്കര സീനായിട്ട് എടുത്ത് അത് കാരണം നിങ്ങളുടെ പഠിത്തത്തിനെ ഒന്ന് എഫക്റ്റ് ചെയ്യാതെ നോക്കണം. ഒരു ഗുണപാഠം സ്വന്തം കഥയിൽ നിന്ന് എടുത്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ പിള്ളേരെന്താക്കി, ആ പിള്ളേർ പക്ഷെ അത് സീരിയസ് ആയിട്ട് എടുത്തു, ഈ ചെക്കനും പെണ്ണും. അത് ഞാൻ അറിഞ്ഞില്ല. അപ്പം ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ പെണ്ണ് പറയുന്നുണ്ട്, ഈ മാമ അപ്പടിയൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ ചെക്കനും എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എല്ലാവരും അപ്പടി കൂടാതെ മാം, ഞാൻ അപ്പടിപ്പെട്ടവനില്ല എന്നല്ല ആ ചെക്കനോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എല്ലാവരും ഇപ്പടിപ്പെട്ടവരൊക്കെ തന്നെയാണെന്ന് എനിക്കും പറയുന്നുണ്ട്, പക്ഷെ ഞാൻ അത്രയും ലോക്കലായി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം, പ്രേമിക്കുന്നവരുണ്ടെങ്കിൽ എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇത് മാത്രമല്ല ലോകം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നത്തെ ദിവസത്തെ ക്ലാസ്സിൽ രമണീനെ കണ്ടില്ല. രമണി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കിന് വരാത്ത ആളായ കാരണം ഞാൻ പിന്നെ അത് കെയർ ചെയ്തില്ല. ഞാനായിരുന്നില്ല ക്ലാസ് ഇൻചാർജല്ല, എനിക്കൊരു ക്ലാസ് സെഷൻ എടുത്ത് പോകാമെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ ദിവസം ക്ലാസ്സിൽ രമണീനെ കണ്ടില്ല, രമണനെയും കണ്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, രണ്ടുപേരും ഇത് എവിടെ പോയി? അപ്പോൾ പിള്ളേർക്ക് അറിയാൻ പാടില്ല. അപ്പോൾ മൂന്നാമത്തെ ദിവസം ക്ലാസ്സിന് വന്നു. അപ്പോൾ മൂന്നാമത്തെ ദിവസം അതൊരു വ്യാഴാഴ്ചയായിരുന്നു കേട്ടോ. ആ വ്യാഴാഴ്ച ക്ലാസ്സിന് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ക്ലാസ്സിൽ പിള്ളേർ പറഞ്ഞു, മാം രമണി അവൻ്റെ കൂടെ ഓടിപ്പോയി ഇതാ കേൾക്കണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്പോഴും വിചാരിച്ചു, പിന്നെ ഞാൻ പറയുമ്പോഴത്തേരെ ഓടിപ്പോയല്ലോ. ഞാൻ ശരിക്കും ഓടിപ്പോയോ ചോദിച്ചു. അപ്പം അങ്ങനെ എന്തോ പറയുന്നു, രണ്ടുപേരും 2 ജാതി, അത് കാരണം കൊണ്ടാണ് ഞാൻ ശരിക്കും പേരൊന്നും പറയാത്തത്. രണ്ടുപേരും അവരെല്ലാവരും ഫിഷർമാൻ മീൻ പിടിക്കുന്നവരാണ് എല്ലാവരും. പക്ഷെ ജാതി ഏതാണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നത്, രണ്ടുപേരും 2 ജാതി. ചെറുക്കൻ്റെ ജാതി പെണ്ണിനെക്കാട്ടിയും കുറച്ചുകൂടി താഴ്ന്നതായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അത് കാരണം പെണ്ണിൻ്റെ വീട്ടുകാർക്ക് പണ്ടേ ഇവൻ്റെ ഫാമിലീനെ ഇഷ്ടമല്ല. പിന്നെ ഇവൻ അങ്ങനെ പാസ്സാവും എന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല. പെണ്ണിൻ്റെ വീട്ടിൽ കുറച്ച് കാശ് കിട്ടും. കുറച്ച് കാശെന്ന് പറഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് വലയും ബോട്ടൊക്കെ ഉണ്ട്, അതായത് അവർ റിച്ചാണ് കേട്ടോ. അതുകൊണ്ട് പെണ്ണിൻ്റെ വീട്ടുകാർക്ക് ചെറുക്കൻ്റെ വീട്ടുകാർ തീരെ പണ്ടേ ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെയുള്ളൊരു കേസ് കേട്ടിരിക്കുന്ന സമയത്താണ് ഞാനിത് പറയുകയും ചെയ്തത്. പിന്നെ വെള്ളിയാഴ്ച ഞാൻ അറിയുന്നു, എന്ത് രമണിനും കല്യാണം കഴിച്ചു.
അതെനിക്ക് നെഞ്ചിലൊരു തീ കത്തിയ ഫീലായിരുന്നു. ഈശോയെ, ഞാൻ പറഞ്ഞിട്ടാണ് കുട്ടികൾ പോയി കല്യാണം കഴിച്ചത്. അപ്പം ഞാൻ രാവിലെ തന്നെ അറിഞ്ഞു. രാവിലെ ഞാൻ എൻ്റെ ബൈക്ക് എടുത്തിട്ട് സ്റ്റാൻഡ് വെച്ചിട്ട് വരുമ്പോൾ തന്നെ എൻ്റെ ക്ലാസ്സിൽ വേറെ 2 പിള്ളേർ പറഞ്ഞു, മാം ഒരു കാര്യമുണ്ട്, മാം നമ്മുടെ രമണനും ഇല്ലേ, രണ്ടുപേരൊന്ന് വിളിച്ചോട് പോയി കല്യാണം കഴിച്ചു, ചെന്നൈയിൽ പോയിട്ട് കല്യാണം കഴിച്ച് 2 ദിവസം അവിടെയായിരുന്നു പാർത്തത്, അത് കഴിഞ്ഞ് തിരിച്ചവർ പോണ്ടിച്ചേരിക്ക് തിരിച്ചു വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ ഈശോയെ, ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെ ജാതി കലാപങ്ങൾ ഉണ്ടാക്കണാവോ, അതിലൊക്കെ ഞാൻ പെട്ടുപോകില്ലേ, ഞാൻ ഈ ഒരു കാര്യം കൂടെ ഞാൻ ഫേമസ് ആവുമല്ലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നെഗറ്റീവ് ഫേമസ് കേട്ടോ, എൻ്റെ പണി ഇപ്പോൾ തെറിപ്പിക്കുമല്ലോ ഇവരൊക്കെ കൂടിയിട്ട് എന്നൊക്കെ അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ടെൻഷൻ ഞാൻ സാറിനോട് പറയും, HOD അടുത്ത് പറയാം. HOD വളരെ നല്ല മനുഷ്യനാണ്. അപ്പോൾ സാറിനോട് പറയാം, ഒരു തെലുങ്കൻ സാറാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈഗോ ഒക്കെ ഒത്തിരി കുറവായി ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സിന്. ഞാൻ സാറിനോട് പറയാൻ വെച്ചാൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഞാൻ കാണുന്നത് ഈ രമണിയുടെ അച്ഛനും അമ്മയും വന്നിട്ട് സാറിനെ മൊത്തം തെറി പറഞ്ഞുകൊണ്ടിരിക്കുക. സാർ ഇതൊക്കെ കേട്ട് മിണ്ടാതെ ഇങ്ങനെ തല താഴ്ത്തിയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എനിക്ക് മനസ്സിലായി സീൻ കുറച്ച് മോശമായിട്ടുണ്ട്. അപ്പോൾ രമണിയുടെ അമ്മ പറയുന്നത്, நீங்கள் தான் சொன்னால போய் கல்யாணம் பண்ணுங்க, நீங்கள் தான் சொன்னால கல்யாணம் பண்ணுங்க, அதனால தான் என் டாட்டர் கல்யாணம் பண்ணிட்டாது. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഈശോ കർത്താവ് ഞാനല്ലേ അത് പറഞ്ഞത്. അപ്പോൾ സന്ദീപ് സാർ, എൻ്റെ സാറൊന്നും മിണ്ടാണ്ട് തലതാഴ്ത്തിരിക്കും. സാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോ എന്നുള്ള മറ്റേ സാർ തലതാഴ്ത്തിരിക്കും. മറ്റുള്ള പ്രൊഫസേഴ്സ് എല്ലാം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാം കുറച്ച് സീനിയറായിട്ടുള്ള ആളുകളായിരുന്നു. എല്ലാവരും മെയിൽ ഫാക്കൽറ്റീസ് ആയിരുന്നു അധികം ഉണ്ടായിരുന്നു. ഒരു മാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാമും കുറച്ച് സീനിയറായിരുന്നു, പക്ഷെ വളരെ നല്ല ഹമ്പിളായിട്ടുള്ള ഒരു ടീമായിരുന്നു കേട്ടോ. അക്കാഡമിക്കിൽ അവർക്ക് പുലികളാണെങ്കിലും നമ്മുടെ അടുത്തൊക്കെ നമ്മൾ ആദ്യമായിട്ട് വരുന്ന ആളായിരുന്നു, നമ്മുടെ അടുത്ത് ഭയങ്കര എളിമയായിരുന്നു. അപ്പോൾ സാർ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മാം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഗ്രീമ തൽക്കാലം ഇതിനകത്ത് കയറേണ്ട, കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അപ്പം ഞാൻ കയറിയില്ല. ഞാനങ്ങ് പുറത്ത് 2 ബെഞ്ചുണ്ട്. ആ ബെഞ്ചിൽ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിട്ടിരിക്കുക. അപ്പോൾ രമണിയുടെ കുടുംബക്കാർ വന്നിട്ട്, അപ്പോൾ ഒരു കുറച്ച് പെൺപിള്ളേരുണ്ട്. അപ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ ഇരുന്ന് കരയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഉണ്ടായെന്നൊന്ന് എന്നോട് പറയുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അന്നത്തെ ദിവസം, അതായത് ഞാനിത് ക്ലാസ്സിൽ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ വ്യാഴാഴ്ചയും അവരെയൊന്നും കാണാനില്ലയെന്ന്, ഈ വ്യാഴാഴ്ച അവർ പോയി കല്യാണം കഴിച്ചു. അവർ പോയി മാലയിട്ടു, രജിസ്റ്റർ ചെയ്തു. മാലയിടാൻ മാത്രമല്ല, അപ്പം ഞാൻ അങ്ങനെ വിളിച്ചു, മാലയിട്ടില്ലല്ലോ, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല തമ്പുരാനെന്ന്. മാലയിട്ടു, അവർ രജിസ്റ്ററും ചെയ്തു. മാലയും രജിസ്റ്ററും കഴിഞ്ഞിട്ട് അവർ തിരിച്ച് വീട്ടിൽ വന്നിട്ടാണ് ഈ വിപ്ലവം. അപ്പോൾ അവർ വീട്ടുകാരോട് പറഞ്ഞു, കോളേജിൽ പ്രൊഫസേഴ്സ് പറഞ്ഞു, ശരിയായ സ്നേഹമാണെങ്കിൽ കല്യാണം കഴിക്കുന്നത്, അതുകൊണ്ടാണ് ഞങ്ങൾ പോയി കല്യാണം കഴിച്ചതെന്ന് ഇവന്മാർ പോയി പറഞ്ഞേക്കുന്നു. അത് പറഞ്ഞ ആളാരെ, ഞാൻ ഭാഗ്യത്തിന് ആ പിള്ളേർ എൻ്റെ പേര് പറഞ്ഞില്ല എന്ന് തോന്നുന്നുണ്ട്, അതെനിക്കിപ്പോഴും അറിയില്ല. എന്നിട്ട് ഇവരുടെ പാരൻസ് അവിടെ ഭയങ്കര ബഹളമാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത് പഴയ ഗവൺമെൻറ് കോളേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ, പഴയ തരം അഴികളൊക്കെയാണ്. അപ്പോൾ അഴികളുടെ സൈഡിൽ കൂടെ ഞാൻ കേൾക്കുന്നുണ്ട്, നിങ്ങൾ താ சொன்னால എൻ ഡോട്ടർ എൻ മക പോയിട്ട് അവ നരകത്തിൽ പോയി നശിച്ചു പോയി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സാറ് കുറച്ച് എഴുന്നേറ്റിട്ട് എല്ലാവർക്കും വെള്ളമൊക്കെ വാങ്ങിക്കൊടുത്തു, എല്ലാവരും സമാധാനിച്ചു. അത് കഴിഞ്ഞിട്ട് സാർ അവരോട് പറഞ്ഞു, ഞാൻ അവളെ വിളിച്ച് സംസാരിക്കാം. അപ്പോൾ അമ്മ പറയും, ഇനി എന്ത് സംസാരിക്കാനുള്ളത്, എല്ലാം തീർന്നില്ലേ, നിങ്ങളുടെ ഈ കോളേജ് ഞാൻ പൂട്ടിക്കുന്നതൊക്കെ പറഞ്ഞു. അങ്ങനെ അപ്പോഴത്തേനും സാർ ബാക്കിയുള്ളവരൊക്കെ വിളിച്ച് ഇവരുടെ ജാതിക്കാരൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് അങ്ങനെ പ്രോബ്ലം എന്തൊക്കെയാണ് പറഞ്ഞ് സമാധാനിപ്പിച്ച് വിട്ടു. അപ്പോഴും പ്രോബ്ലം തീർന്നിട്ടില്ല. പെൺകുട്ടി ചെക്കൻ്റെ വീട്ടിലാണല്ലോ. അത് കഴിഞ്ഞിട്ട് സാറിൻ്റെ അടുത്തേക്ക് ഞാൻ പതുക്കെ ചെന്നു. എല്ലാ കോളിളക്കങ്ങളൊക്കെ അവസാനിപ്പിച്ചിട്ടാണ്. ആരും എൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചില്ല. സാറിൻ്റെ അടുത്ത് ഞാൻ ചെന്നിട്ട് ഞാൻ സാറിനോട് ചോദിച്ചു, സാർ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, ഗ്രീമ എല്ലാം കഴിച്ചതെന്ന് ചോദിച്ചു. അപ്പോൾ സമയം എൻ്റെ കഴിച്ചതൊക്കെ കത്തിപ്പോയിട്ട്, സത്യം പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഞാൻ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, സാർ ഞാൻ കഴിച്ചു, പക്ഷേ അപ്പോൾ സാർ എന്താ പറയുക, ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ സാർ പറഞ്ഞു, ഒന്നുകൂടെ വാ, നമുക്ക് ഒന്നുകൂടെ ഭക്ഷണം കഴിക്കാമെന്ന്. അപ്പോൾ സാർ എന്നെ കൊണ്ടിട്ട് ഭക്ഷണം കഴിക്കാൻ പോയി. ഇത് സാറിൻ്റെ അടുത്ത് പറഞ്ഞു, അതെൻ്റെ ലൈഫിലൊരു വലിയ പോളിസി ആയിട്ട് ഇപ്പോൾ എടുത്തിട്ട് കേട്ടോ. നമ്മൾ ബ്രോക്കായിരിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ചിലപ്പോൾ നമ്മൾ തമാശയായിട്ടായിരിക്കും വല്ലതും പറയുക, ചില പിള്ളേരത് സീരിയസ് ആയിട്ട് എടുക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇനി ഇത് എൻ്റെ ഒരു വലിയ തെറ്റായി പോയല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ സാർ പറഞ്ഞു, ഏതായാലും നീ ചെയ്തത് നന്നായി. അവർ നല്ല കപ്പിളായിരുന്നു. ഞാൻ എപ്പോഴും അവരെ കാണുമ്പോൾ വിചാരിക്കും, ആ ചെക്കനെ അവളെ തേക്കാണ്ട് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്ത് സാർ ഇത് തേക്കേ പറയണത്, ആ ചെക്കന് 10-21 വയസ്സായിട്ടുണ്ട്. അപ്പോൾ സാർ പറഞ്ഞു, അവൻ നല്ല അധ്വാനിക്കുന്ന ചെക്കനാ, അവൻ വന്ന വഞ്ചിയിലൊക്കെ പോകും, വള്ളത്തിലൊക്കെ പോകും, അവൻ അവളെ നോക്കിക്കോളും. അത് കാരണം ഗ്രീമ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, ഗ്രീമ പറഞ്ഞതുകൊണ്ട് ചെയ്തതൊന്നുമല്ല. ഈ പ്രേമം എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, നമ്മളങ്ങനെ നേരത്തെ വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഐ ഓപ്പണർ
ഓപ്പണറായിരുന്നു കേട്ടോ. ഒന്നാമത്തെ കാര്യത്തിൽ ഐ ഓപ്പണർ എന്താണെന്ന് വെച്ചാൽ പ്രേമം അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒന്നും ആയിരിക്കില്ല. നമ്മൾ വിചാരിക്കാത്ത സമയത്ത് ചിലപ്പോൾ നല്ല ഭംഗിയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും, ചില സമയത്ത് പൊട്ടിയും പോകും. അപ്പോൾ അത് എനിക്കുള്ളൊരു റിയലൈസേഷനും ആയിരുന്നു. പിള്ളേരോട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ പറയുമ്പോൾ എൻ്റെ ഇമോഷൻ്റെ പുറത്ത് പറയരുതെന്ന് ഞാനും തീരുമാനിച്ചു. അത് സാറ് പറഞ്ഞില്ല, ഞാൻ സാറിനോട് ചോദിച്ചു, സാർ ഞാനത് പറഞ്ഞത് തെറ്റായിപ്പോയെന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല ഗ്രീമ, നീ അങ്ങനെയൊന്നും വിചാരിക്കണ്ട, നിനക്ക് പറയാൻ തോന്നിയത് നീ പറഞ്ഞു, ഏതായാലും ആ ചെക്കനെ അവളെ നോക്കിക്കോളും, നീ ടെൻഷൻ ആവേണ്ട, ആ കാര്യത്തിനെ കുറിച്ച് ടെൻഷൻ ആവേണ്ട. ഞാൻ അവരെ കണ്ടുപിടിച്ചു, അവർ രണ്ടുപേരും ഈ സാറ് കണ്ടുപിടിച്ച്. ചില പ്രൊഫസേഴ്സ് ഉണ്ട്, എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ. എപ്പോഴെങ്കിലും ഞാൻ നാട്ടിൽ പോയിട്ട് വീഡിയോ എടുക്കുമ്പോൾ, പോണ്ടി പോയിട്ട് വീഡിയോ എടുക്കുമ്പോൾ സന്ദീപ് സാറെ ഞാൻ നമുക്ക് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ സാറ് പറഞ്ഞു ഞാൻ അവനെ കണ്ടു, നല്ല മനുഷ്യർ, നല്ല പിള്ളേരാ, അവരിപ്പോൾ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഞാൻ മാർക്കറ്റിൽ, പോണ്ടിച്ചേരി മാർക്കറ്റിൽ, മീൻ മാർക്കറ്റിൽ മീൻ മേടിക്കുക. അപ്പോൾ പോണ്ടിച്ചേരി മീൻ മാർക്കറ്റ് വൈറ്റ് ടൗണിനകത്ത് ഗോബർ മാർക്കറ്റ് എന്ന് പറയും. അപ്പോൾ അവിടെ ഞാൻ മീൻ മേടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചെറുക്കൻ്റെ അമ്മ എനിക്ക് സ്ഥിരം മീൻ തന്നായിരുന്നു ചേച്ചിയാണ്. അപ്പം ഞാൻ അത്രയും ദിവസം അവിടേക്ക് പോയിരുന്നില്ല, കാരണം അമ്മ എന്നെ കണ്ടാലോ വെച്ചിട്ട്. അപ്പോൾ ചെന്നാശം അമ്മ എന്നെ നേരെ വിളിച്ചു പറഞ്ഞിട്ട് പറഞ്ഞു, വാ 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 നമ്മുടെ ടീച്ചർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ബാക്കിയുള്ള മീൻ കറികൾക്കൊക്കെ പരിചയപ്പെടുത്തി. അപ്പോഴേ അവർക്കൊക്കെ എന്നെ അറിയാം, ഞാൻ സ്ഥിരം മീൻ മാർക്കറ്റിൽ പോയിട്ട് 100 രൂപയ്ക്കും 200 രൂപയ്ക്ക് മീൻ മേടിച്ചാൽ തന്നെ അവിടെ നിന്ന് മേടിക്കാറുള്ളൂ. അപ്പോൾ കാരണം ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അപ്പോൾ എനിക്ക് ഒരുപാട് മീനിൻ്റെ ഒരുപാട് കാശിൻ്റെ മീനൊന്നും മേടിച്ച് തിന്നിട്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പോഴത്തേനും ചെക്കൻ്റെ അമ്മ പറഞ്ഞു, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമായി, നല്ല ഭംഗിയല്ല അവളെ കാണാനായിട്ട്, അവളെ ഞാൻ ഇതുവരെ വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല, അവളിപ്പോൾ എൻ്റെ ചിത്തിയുടെ വീട്ടിലാണ് നിൽക്കണത്. എൻ്റെ അനിയത്തി, ചിത്തി എന്ന് പറയുമ്പോൾ ആ ആൻറ്റിയുടെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലാണ് ഇപ്പോൾ അവൾ പാർക്കുന്നത്, അവളും അവനും താമസിക്കുന്നത്. അവരെ ഞാൻ കൊണ്ടുവരും, അവരിപ്പോൾ ചെന്നൈയിലുള്ളത്, ചെന്നൈയിൽ നിന്ന് ഞാൻ അവരെ കൊണ്ടുവരും, പക്ഷേ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. ബൈ ദ വേ, ഈ കഥ ഞാനിപ്പോൾ പറയാൻ കാരണം എന്താ വെച്ചാൽ, 2 ദിവസം മുമ്പ് ഈസ്റ്ററിന്, അപ്പോൾ ഈസ്റ്ററിന് ഞാൻ സിക്കായിരുന്നു, ഞാനാണെങ്കിൽ സിക്കാണ്. അപ്പോൾ ഞാൻ പ്ലാൻ ചെയ്ത പരിപാടികളൊന്നും നടന്നില്ല എന്നൊക്കെ നിരീക്ഷിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് നാട്ടിൽ നിന്ന് എൻ്റെ നെതർലാൻഡ്സ് നമ്പറിൽ കോൾ വരുന്നു. അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ നാട്ടിലെ നമ്പർ ചെന്നൈയിലെ നമ്പർ. അപ്പോൾ ഞാൻ ഫോൺ എടുത്ത് കഴിഞ്ഞപ്പോൾ ഈ ചെറുക്കൻ, ഞാൻ അവൻ്റെ പേരൊക്കെ ശരിക്കും മറന്നു വരുന്നത്, നമ്മുടെ രമണൻ്റെ ശരിക്കുള്ള പേര് സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല, അവനായിരുന്നു എന്നെ ഫോൺ വിളിച്ചത്. അപ്പോൾ അവൻ പറഞ്ഞു, ഇത് ഞാനാണ് മിസ്സേ, എന്തുണ്ട് വിശേഷം, പുതിയ റീലൊക്കെ കണ്ടു ഇൻസ്റ്റാഗ്രാമിൽ, ഇപ്പം മാം എവിടെ വെളിയൂരിലാണല്ലേ, ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ചോദിച്ചു, മാമിൻ്റെ റീലൊക്കെ കാണാറുണ്ട്, വെളിയൂർ ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ ചോദിച്ചപ്പോൾ എന്ത് പറയണു, വൈഫൊക്കെ എന്ത് പറയണു. എനിക്ക് ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു, ഇനി ഇവരെ ചേർന്നിട്ട് തന്നെയാണോ ജീവിക്കണം, ഇനി ബ്രേക്കപ്പ് ആയോ എന്ന് അറിയാൻ പറ്റില്ല, ബ്രേക്കപ്പ് അല്ല ഡിവോഴ്സ് എങ്ങനെ അതിൻ്റെ പോകുന്നൊക്കെ എൻ്റെ മനസ്സിലൊരു ഫിയർ ഉണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, മാം ഒരുപാട് ടെൻഷൻ അടിച്ചു എന്നറിയാം, മാം പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, ഞങ്ങൾ ഓൾറെഡി ഓടിപ്പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു മാം അങ്ങനത്തെ ഒരു വാക്കോടെ പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു ഏതായാലും അവൾക്ക് എന്നോടുള്ള ഒരു വിശ്വാസം ഭയങ്കര കുറവായിരുന്നു. ഞാൻ പണ്ട് ഇതിന് മുമ്പ് അവന് കുറേ ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവനൊക്കെ എത്ര വയസ്സുണ്ടാവും ഇപ്പം എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. അവന് കുറേ ഗേൾ ഫ്രണ്ട്സ് അന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെയും ഇവൻ തേച്ചത് കാരണം ഇവളെയും ഇവൻ തേക്കുന്നുള്ളൊരു ചിന്ത ഇവളുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു അവൾക്കൊരു അഷ്യൂറൻസിന് കല്യാണം കഴിച്ചത്. പക്ഷേ ആരെ അറിയിക്കേണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ കുടുംബക്കാരൊക്കെ അറിഞ്ഞു, വീട്ടുകാരൊക്കെ അറിഞ്ഞു, കോളേജിലറിഞ്ഞു, നാട്ടുകാരറിഞ്ഞാലും കുറേ കാലം ഇവർ ചെന്നൈയിലും കുടുംബക്കാർ ഇവിടെയായിട്ട് നിന്ന്. അങ്ങനെ ഇപ്പോൾ എൻ്റെ വൈഫ് എൻ്റെ രമണി 2ാമത് കുഞ്ഞിനെ പ്രസവിച്ചു. അതൊരു ആങ്കൊച്ചാണ്. ആ വിശേഷമൊക്കെ പറയാമെന്ന് വെച്ചിട്ട് എന്നെ വിളിച്ചതെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. ഈസ്റ്റർ ഡേ ഞാൻ കുറച്ച് സിക്കായിരുന്നു, ഇങ്ങനെ ഡള്ളായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇത് വന്നത്. അപ്പോൾ ഈ വീഡിയോ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇടാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ കരുതി വേണ്ട, ഇപ്പം തന്നെ ഇടാം, ഈ സന്തോഷം ആറുന്നതിന് മുമ്പ്. ചിലപ്പോൾ ഉഷാറായിട്ട് എനർജി ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു. പക്ഷേ എനർജി ആയിട്ട് വരുമ്പോഴത്തേനും ചിലപ്പോൾ ഈ വീഡിയോൻ്റെ അത് ചിലപ്പോൾ പോവും. അപ്പം ശരി, അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ. നിങ്ങൾക്ക് ഒരു മിനിറ്റ് സ്ഥലം കാണിച്ചു തരണം, ഞാനിവിടെ ഇരിക്കുന്ന സ്ഥലം. ഒരു മിനിറ്റ്, ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത്. നമ്മുടെ സൈക്കിൾ ഇവിടെ ഈ സെറ്റപ്പിൻ്റെ മുകളിൽ ക്യാമറ വെച്ചിട്ട് ഞാനിപ്പോൾ സംസാരിച്ചു. ആൻഡ് ഇവിടെ നമുക്ക് ഇങ്ങനെ ഇവിടെയൊക്കെ പറമ്പുണ്ട്. ഇവിടെയാണെന്ന് പറഞ്ഞാൽ സ്ഥിരം വന്നിരിക്കാറുള്ള വേറൊരു ലേക്ക്. അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം.